ഞാനിപ്പോൾ പുഴയെക്കുറിച്ച് സംസാരിക്കാറില്ല. വെറുതെ തൊണ്ട പറ്റിക്കാമെന്നല്ലാതെ നമ്മെ വിട്ടുപോയ അതിലെ പ്രതിഭയായ ശ്രീ എം ടി വാസുദേവൻ നായർ സാർ അവരുടെ വാക്കുകളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അദ്ദേഹം കേരളത്തിലെ പുഴകളെയും മരങ്ങളെയും വനങ്ങളെയും ഇവിടുത്തെ പരിസ്ഥിതിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള നീണ്ട ഒരു സംഭാഷണമുണ്ട്. ശ്രീ രത്നാകരൻ മങ്ങാടിനോടും ശ്രീമതി വി എം ദീപയോടും തിരൂർ തുഞ്ചംപറമ്പിൽ വെച്ച് നടന്ന ഒരു സംഭാഷണമാണ്. അത് മറ്റൊരു പുസ്തകത്തിൽ വന്നിട്ടുമുണ്ട്. അപ്പോൾ ആ വന്ന ഭാഗം ഞാൻ അതിൻ്റെ അന്തസത്ത ചോർന്നു പോകാതിരിക്കാൻ അതുപോലെ തന്നെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ അതിൽ നിന്ന് വായിച്ചതിന് ശേഷം പറഞ്ഞാൽ ഒരുപക്ഷെ അതിൻ്റെ ഒരു സമ്പൂർണമായ ഒരു സ്പിരിറ്റ് നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഞാൻ അല്ലാതെ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ജീവനരേഖ ചന്ദ്രഗിരി പുഴയുടെ ചരിത്ര വർത്തമാനങ്ങൾ എന്ന രീതിയിൽ ഉള്ള ഒരു മാഗസിനിൽ വന്ന ആർട്ടിക്കിളായി വന്നതാണ്. ഇത് എൻ്റെ കൈവശം കിട്ടുന്നത് കേരളീയം മാഗസിനിൽ നിന്നുള്ള, തൃശ്ശൂരിൽ നിന്ന് വരുന്ന കേരളീയം മാഗസിനിൽ നിന്നാണ് എനിക്ക് വായിക്കാൻ അവസരം കിട്ടുന്നത്. അപ്പോൾ ഇത്രയും സോഴ്സ് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. ശ്രീ എം ജി വാസുദേവൻ നായർ സാഹിത്യരംഗത്ത് വലിയ സംഭാവന നൽകിയിട്ടുള്ള ആളാണ്. സിനിമാ ലോകത്തിന് വലിയ സംഭാവന നൽകി. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം തികച്ചും വ്യത്യസ്തമായി കേരളത്തിലെ പാരിസ്ഥിതിക സമരങ്ങളുമായി പെരിങ്ങോം ആണവ നിലയത്തിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുത്തു. അങ്ങനെ നിരവധി കാര്യങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് തന്നെ വാക്കുകൾ, ഇത് സംഭാഷണത്തിൽ വന്ന വാക്കുകളാണ്. അപ്പോൾ ഈ ഇന്റർവ്യൂ എടുത്തവരുടെയും കൂടി ചേർത്ത് വരുന്നതായിരിക്കും. പുഴകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പുഴകളുടെയും അവസ്ഥ ഇതാണ്. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഇത് സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ കുട്ടിക്കാലം ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ തമിഴ്നാട്ടിലെ പെണ്ണാർ, പാലാർ, കാവേരി എന്നിങ്ങനെയുള്ള പുഴകളെക്കുറിച്ച് പഠിച്ചിരുന്നു. മുതിർന്നു കഴിഞ്ഞ ആ വഴിക്കൊക്കെ പോയപ്പോൾ പണ്ട് കേട്ടിട്ടുള്ള പുഴകളുടെ പേരുകൾ ബോർഡുകളിൽ എഴുതി വച്ചിട്ടുണ്ട്. പക്ഷെ പുഴകൾ അവിടെ കാണുന്നില്ല, വരണ്ട് കിടക്കുകയാണ്. കഴുതകൾ മേയുന്ന കാഴ്ചയാണ് കണ്ടത്. അത് കണ്ടപ്പോൾ അത്ഭുതം തോന്നി. നമ്മൾ കുട്ടിക്കാലത്ത് ജിയോഗ്രഫിയിൽ പഠിച്ച പുഴകളുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ഭീകരമാണ്. നമ്മുടെ നാട്ടിലും പുഴകളുടെ അവസ്ഥ വളരെ മോശമാണ്. ഞാനൊക്കെ ഭാരതപ്പുഴയുടെ തീരത്ത് അതുമായി ബന്ധപ്പെട്ട് ജീവിച്ച ആളാണ്. അതിൻ്റെ തീരത്ത് ജനിച്ച ആ ഗ്രാമത്തിൽ തന്നെ വളർന്നു. പിന്നെ ഞങ്ങളുടെ ജീവിതവുമായി ഏറ്റവും അടുപ്പമുണ്ടായിരുന്നത് പുഴയും അടുത്തുള്ള വയലുകളും അതിന് അടുത്തുള്ള കുന്നുകളുമൊക്കെ ആയിരുന്നു. ഇന്ന് ആ ഭൂമിശാസ്ത്രമൊക്കെ മാറിപ്പോയി. എം ടി വിലപിക്കുന്നതാണ്. 2018 ഇപ്പോൾ വർഷം കുറേയായി. ഓരോ ഗ്രാമത്തിനും അവിടുത്തെ പുഴകളുമായി ഓരോ ബന്ധമാണുള്ളത്. ആ പുഴയ്ക്കൊരു കടവുണ്ടാവും. ആ കടവ് കടന്ന് വേണ്ടേ പുറത്തുള്ള ലോകത്തേക്ക് പോകാൻ. പുറത്തു പോയി തിരിച്ചു വരുന്നതും ഈ കടവ് കടന്നാണ്. ഇതിഹാസം പോലത്തെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ വിധവയായ ഒരു സ്ത്രീയും കുട്ടികളും മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർക്ക് പശുക്കൾ ഉണ്ടായിരുന്നു. ഈ പശുക്കളെ കറന്നിട്ട് പാല് രാവിലെ പുഴവക്കത്ത് പോയി തോണി കാത്തു നിൽക്കും. പാലും കൊണ്ടുപോയി രാവിലെ പുഴവക്കത്ത് തോണി കാത്തു നിൽക്കും. അപ്പുറത്തെ കരയിൽ കൊടിക്കുന്നത്ത് എന്ന പേരുള്ള ഒരു അമ്പലമുണ്ട്. അവിടെ കുറച്ചു നേരം ചുറ്റിപ്പറ്റി നിന്നാൽ അവിടെ നിന്ന് കുറച്ച് നിവേദ്യച്ചോറ് കിട്ടും. ആ നിവേദ്യച്ചോറ് കൊണ്ടാണ് ആ സ്ത്രീ വീട്ടിലേക്ക് വരുന്നത്. കുട്ടികൾക്കുള്ള ഭക്ഷണമായിരുന്നു അത്. ഒരു തുലാവർഷക്കാലത്ത് സ്ത്രീക്ക് തോണി വിലങ്ങുന്നത് കാരണം അപ്പുറത്തെ കരയിലേക്ക് പാലുമായി പോകാൻ കഴിഞ്ഞില്ല. വീണ്ടും പാലുമായി ഉച്ചയ്ക്ക് പോയപ്പോഴേക്കും അപ്പുറത്തെത്താനും കഴിഞ്ഞില്ല. വളരെ വിഷമിച്ച ആ സ്ത്രീ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ സ്ത്രീ പാലൊക്കെ കുട്ടികൾക്ക് കൊടുത്ത് അന്ന് രാത്രിയിൽ ആരോ ഇരുട്ടത്ത് വന്നു. സ്ത്രീ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഒരു പാത്രം നിറയെ ചോറുമായി ഒരാൾ വന്നു. അത് കുട്ടികൾക്ക് കൊടുക്കാൻ പറഞ്ഞു. സ്ത്രീ പാത്രവുമായി അടുക്കളയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും വന്നിരുന്ന ആൾ പോയി കഴിഞ്ഞു എന്നാണ് കഥ. ഞങ്ങളുടെ ഭഗവതിയാണ് ഈ ചോറ് കൊണ്ടുവന്നതെന്ന് അമ്മയും മുത്തശ്ശിയും ഒക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഞങ്ങളുടെ അടുത്ത തലമുറയും ആ ഭഗവതിയെ വിശ്വസിച്ചു പോരുന്നു. അങ്ങനെ പറയാൻ കാരണം, കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് പോയപ്പോൾ എൻ്റെ ബന്ധുവായ ഒരു പയ്യൻ, അവന് പുതിയ വീടും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായത് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ പുതിയ തലമുറയിൽ ഈ കഥ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത്രയും അടുത്ത ബന്ധമുള്ള ഞങ്ങൾക്ക് പുഴയുമായി വലിയ ആത്മബന്ധമുണ്ട്. ഈ കടവ് കടന്നാണ് അപ്പുറത്തെ ലോകം കടന്ന് പോകുന്നത്. കടവ് കടന്നിട്ട് വേണം റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ. പള്ളിപ്പുറം സ്റ്റേഷനിൽ പാസഞ്ചർ വണ്ടികൾ അവിടെ നിൽക്കും.
ഞാൻ കോളേജിലൊക്കെ പോയിരുന്നത് ദിവസവും ഈ പുഴ കടന്നിട്ടാണ്. എന്റെ ചെറുപ്പകാലത്ത് 2 വലിയ വെള്ളപ്പൊക്കം ഞാൻ കണ്ടിട്ടുണ്ട്. മലയിൽ നിന്ന് വരുന്ന വെള്ളമായതുകൊണ്ട് ഞങ്ങൾ വെള്ളപ്പൊക്കത്തിന് മലവെള്ളം എന്നാണ് പറയുന്നത്. മലമ്പുഴ ഡാം ഉണ്ടാകുന്നതിന് മുമ്പാണ് ഇത് സംഭവിച്ചത്. മലയിൽ വലിയ മഴ പെയ്താൽ ഇവിടെയൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകും. എന്റെ വീട് വയലിന്റെ തീരത്താണെങ്കിലും കുറച്ച് ഉയരത്തിലായിരുന്നു. താഴെ താമസിക്കുന്ന ബന്ധുക്കളൊക്കെ വെള്ളപ്പൊക്കമുണ്ടായാൽ ഘട്ടം ഭാണ്ഡവുമായി വീട്ടിലേക്കാണ് വരുന്നത്. അമ്മാവിന്റെയൊക്കെ വീട്ടിൽ നിന്ന് അമ്മായിയമ്മയും കുട്ടികളും സന്ധ്യയാകുമ്പോൾ എന്റെ വീട്ടിലേക്ക് വരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എപ്പോൾ പൊട്ടുമെന്നറിയാൻ അത് ആളുകൾ നിൽക്കും. പിന്നീട് അത്ര വലിയ വെള്ളപ്പൊക്കമൊന്നും ഉണ്ടായിട്ടില്ല. അണക്കെട്ട് വന്നതുകൊണ്ടാകാം അതിന് കാരണം. ഇന്ന് ആ മലവെള്ളം വന്ന് 2-4 ദിവസം വയലുകളൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കും. ഞാനും ചേട്ടനും കൂടി വീടിന്റെ പടിക്കൽ നിന്ന് കുളിക്കുമായിരുന്നു. അത്രയ്ക്ക് വെള്ളമാണ് എല്ലായിടത്തും. നല്ല രസമുള്ളൊരു കാലമായിരുന്നു. 3-4 ദിവസം കഴിഞ്ഞാണ് വെള്ളം ഇറങ്ങുന്നത്. അപ്പോഴേക്കും മലവെള്ളം കൊണ്ടുവരുന്ന ചെളികളാൽ വയൽ നിറഞ്ഞിരിക്കും. ഇത് അടുത്ത കൃഷിക്ക് സഹായമായിരുന്നു. നല്ല വിളവുണ്ടാകും. ഇപ്പോൾ അങ്ങനത്തെ വെള്ളപ്പൊക്കമൊന്നും ഇല്ലല്ലോ. 1-2 ദിവസം ചെറുതായിട്ട് വെള്ളം കയറും, അത്ര തന്നെ. എന്റെ പുഴയായ ഭാരതപ്പുഴയിൽ ഞങ്ങളുടെ പടിക്കൽ വെള്ളം ഉണ്ടാകാറില്ല. ഞങ്ങളുടെ അടുത്തുള്ളത് ഒന്ന് കിഴക്കേ പുഴയും മറ്റേത് തിരൂർ കഴിഞ്ഞുള്ള വടക്കേ പുഴയുമാണ്. വടക്കേ പുഴയിലും വെള്ളം കയറുമ്പോൾ ഞങ്ങൾ നടന്ന് പാലത്തിന്റെ ചുവട്ടിൽ പോയി കുളിക്കും. അവിടെ എപ്പോഴും വെള്ളമുണ്ടാകും. കാരണം കുന്തിപ്പുഴ അവിടെ വെച്ചാണ് ചേരുന്നത്. ഞങ്ങൾ കുട്ടികൾക്ക് വലിയ രസമായിരുന്നു അതൊക്കെ. ഇന്ന് ആ പുഴയ്ക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചു. ഈ കടവെന്ന് പറയുന്നത് വലിയൊരു പ്രസ്ഥാനമാണ്. കടവിനെ കുറിച്ച് അതേ പേരിൽ ഞാനൊരു സിനിമ തന്നെ ചെയ്തിട്ടുണ്ട്. കടവ് കടന്നാണ് നമ്മൾ മറ്റൊരു ലോകത്തേക്ക് പോകുന്നത്. അത് മാത്രമല്ല, അവിടെ സ്ഥിരം വരുന്ന ആളുകൾ തമ്മിലുള്ള സ്നേഹബന്ധവും അടുപ്പവും ഭയങ്കരമാണ്. നനുത്ത പ്രേമങ്ങൾ പലതും അത്തരം ബന്ധങ്ങളിൽ ഉണ്ടായിരുന്നു. പുറത്തേക്ക് പോകുന്ന വാതിലുകൾ മാത്രമല്ല, പലതരം ആളുകൾ ദിവസവും കണ്ടുമുട്ടുന്ന പ്രത്യേക ലോകമായിരുന്നു അത്. ഒരാളെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഇന്ന് മാഷിനെ കണ്ടില്ലല്ലോ എന്ന് അന്വേഷിക്കുന്ന ആളുകളുടെ ഒത്തുചേരലിന്റെ ഒരു സ്ഥലം കൂടി ആയിരുന്നു അത്. വെള്ളമില്ലാത്തത് മാത്രമല്ല, ഒരുപാട് മാറ്റങ്ങൾ പുഴയ്ക്ക് സംഭവിച്ചു. പുഴയുടെ സംസ്കാരം തന്നെ പോയി. ഈ വരണ്ട സമയത്ത് പുഴയുടെ ഇരുവശത്തും ചെറിയ ചെറിയ വീടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. അവരൊക്കെ കുളിക്കാനും കുടിക്കാനും ഉപയോഗിച്ചിരുന്നത് പുഴയിലെ വെള്ളമായിരുന്നു. ഓരോ വീട്ടുകാരും മണലിൽ കുഴി കുത്തിയിടും. അത് വൃത്തികേടാവാതിരിക്കാൻ ഓല മടല കൊണ്ടൊക്കെ മൂടിയിടും. അവിടെ നിന്ന് പെൺകുട്ടികൾ കുടത്തിൽ വെള്ളമെടുത്ത് കൊണ്ടുപോകും. പുഴയിൽ വെള്ളമില്ലാതായപ്പോൾ പരിസര പ്രദേശങ്ങളിലൊക്കെ കിണറുകളിൽ വെള്ളം കുറഞ്ഞു. അടിവെള്ളം ഇല്ലാതായി. അടിവെള്ളമില്ലെങ്കിൽ കിണറ്റിൽ വെള്ളം ഉണ്ടാവില്ലല്ലോ. എനിക്ക് അവിടെ ചെറിയൊരു കോട്ടേജ് ഉണ്ടായിരുന്നു. പാരമ്പര്യമായി കിട്ടിയതൊന്നുമല്ല. പുഴ കാണാനായി ഒരു ചെറിയ കഷ്ണം സ്ഥലം വാങ്ങിയതാണ്. അവിടെ വീടുണ്ടാക്കുമ്പോൾ ഞാൻ ആശാരിയോട് പറഞ്ഞത് എവിടെ നിന്ന് നോക്കിയാലും എനിക്ക് പുഴ കാണേണ്ടതുണ്ടെന്നാണ്. ഒരിക്കൽ ഒരു യാത്രക്കിടയിൽ ഞാൻ അവിടെ പോയപ്പോൾ കിണർ കുഴിക്കുകയായിരുന്നു. അപ്പോൾ വാസു വന്നത് നന്നായി, വെള്ളം കാണാറായി എന്നാണ് ആശാരി പറഞ്ഞത്. അങ്ങനെ കുഴിക്കുമ്പോൾ അതിശക്തമായ വെള്ളം പുറത്തേക്ക് വരികയാണ്. നമ്മുടെ നാട്ടുകാർ പൊതുവെ അതിശയോക്തിയുടെ ആളുകളായതുകൊണ്ട് അയ്യോ ഇത് പ്രളയമായി വരുമല്ലോ എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ കണ്ടു നിൽക്കുമ്പോഴാണ് എവിടെ നിൽക്കുകയോ മണൽച്ചാക്ക കൊണ്ടുവന്ന് വെള്ളത്തിന്റെ ഗതി നിയന്ത്രിച്ചത്. അന്ന് ജനറേറ്റർ ഒന്നും ഇല്ലല്ലോ. കാലം കഴിഞ്ഞപ്പോൾ വെള്ളമില്ലാത്ത അവസ്ഥയായി. കാരണം അടിവെള്ളം ഇപ്പോൾ ഇല്ല. ചില വേനൽക്കാലങ്ങളിൽ ഇതുവഴി വരുമ്പോൾ കാണുന്നത് വറ്റുന്നത് നഗരത്തിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. ലോറികളിൽ വെള്ളം വരുന്നതും കാത്ത് പാത്രങ്ങളുമായി നിൽക്കുന്ന പെണ്ണുങ്ങൾ. ഇതാണ് പുഴയുടെ കാര്യത്തിൽ സംഭവിച്ച വലിയൊരു മാറ്റം. പുഴയുടെ മൊത്തത്തിലുള്ള സംസ്കാരം തന്നെ മാറിപ്പോയി. പുഴയുടെ ഇരുവശത്തും സമൃദ്ധമായ പച്ചക്കറികൾ പണ്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പുഴ കടന്ന് തന്നെയായിരുന്നു യാത്ര ചെയ്തിരുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്കും അമ്പലങ്ങളിലേക്കുമൊക്കെ പുഴ താണ്ടി തന്നെയാണ് പോകുന്നത്. ആ പുഴയൊക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടു. ഞാൻ കഷ്ടപ്പെട്ട് 50 സെന്റ് സ്ഥലം വാങ്ങി വീട് വെച്ചു. ഇപ്പോൾ നോക്കിയപ്പോൾ പുഴയില്ല. മണൽ കയറ്റിയിരുന്ന തമിഴ്നാട്ടിലെ ലോറികൾ മാത്രമാണ് അവിടെ കാത്തു നിൽക്കുന്നത്. അവരുടെ സമയമനുസരിച്ചാണ് മണൽ കയറ്റുന്നത്. പുഴയുടെ സംസ്കാരം മുഴുവനായി മാറി. വെള്ളമില്ലാതായി പോയതും മണൽ വാരുന്നതുമെല്ലാം മാത്രമല്ല, പുഴയുടെ സംസ്കാരം തന്നെ മുഴുവനായി മാറിപ്പോയി. മണൽ വാരുന്നത് തന്നെ തെറ്റാണ്. അപ്പോൾ അശാസ്ത്രീയമായി കൂടി മണൽ വാരൽ നടത്തിയാലോ? നിയമപരമായ മണൽ വാരൽ എന്നൊന്നില്ലാത്ത തരത്തിലുള്ള മണൽ വാരലായിരുന്നു അവിടെ നടന്നത്. തമിഴ്നാട്ടിൽ പട്ടാമ്പി മണലിന് വലിയ വിലയാണ്. പട്ടാമ്പി മണൽ എന്നാണ് അവിടങ്ങളിൽ അറിയപ്പെടുന്നത്. അതാത് താവളങ്ങളിൽ കൈക്കൂലി കൊടുത്താൽ മണൽ ലോറികൾ കടത്തിവിടും. അങ്ങനെ പോയി മണൽ ഇല്ലാതാവുന്ന അവസ്ഥ വരെ എത്തി. കൂടുതൽ വാരരുതെന്ന് പറഞ്ഞ് കേൾക്കാതെ വാരി പാലങ്ങളുടെ സ്ഥിതിയും അപകടത്തിലായി. പണ്ട് സായിപ്പന്മാരുണ്ടാക്കിയ കരിവള്ളൂർ പാലം പുതുക്കി പണിയേണ്ടി വന്നു. തീരത്തുള്ള താമസങ്ങൾ, വലിയ തരത്തിൽ നടന്ന കൃഷി, സ്വന്തമായിരുന്ന കുടിവെള്ളം, തീരത്തുണ്ടായിരുന്ന പച്ചക്കറി കൃഷി, അങ്ങനെ പുഴയുടെ എല്ലാ തരത്തിലുള്ള സംസ്കാരങ്ങളും നമുക്ക് നഷ്ടമായി. ഇതാണ് പുഴയ്ക്ക് സംഭവിച്ച മറ്റൊരാപത്ത്. സംഗീതത്തിന്റെയും വാദ്യകലയുടെ ഒരു ബെൽറ്റാണ് ഭാരതപ്പുഴയുടെ തീരങ്ങൾ. അല്ലെങ്കിൽ ആ തീരങ്ങളിലൂടെയാണ് ഇതൊക്കെ വ്യാപിച്ചത്. ഗന്ധാവയെ പോലുള്ള ശാസ്ത്രജ്ഞർ പറഞ്ഞത് പുഴയുടെ വക്കിലല്ലെങ്കിൽ മലയുടെ മുകളിലൊക്കെയാണ് സംസ്കാരങ്ങൾ വളരുന്നത് എന്നാണ്. ചെറുപ്പത്തിൽ അത് കേട്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നിയിരുന്നു. നമ്മുടെ തീരപ്രദേശത്ത് ഒരുപാട് കലാരൂപങ്ങളും കലാകാരന്മാരും ഉണ്ടായിരുന്നു. പണ്ട് ഇതിനപ്പുറം കൂടി ഒഴുകുന്ന പുഴയുടെ പേര് തിരൂർ പൊന്നാനിപ്പുഴ എന്നായിരുന്നു.
എന്നാൽ ഇന്നതൊരു കനാൽ പോലെ മാറിക്കഴിഞ്ഞു. വള്ളത്തോളി പുഴയിലൂടെ തോണിയാത്ര നടത്തുന്നതിനെ കുറിച്ച് ഒരു കവിത തന്നെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആരും അതൊന്നും വിശ്വസിക്കില്ല. ഈ പുഴയിലൂടെ ജലഗതാഗതം, ചരക്ക് നീക്കം ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ കഴിയുന്ന ട്രാൻസ്പോർട്ടിംഗ് സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് കപ്പലുകൾ വന്നിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ വീടിന്റെ അടുത്ത് പന്നിയൂർ തുറ എന്നൊരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയ തുറ ഉള്ളത് കൊണ്ടാണ് പന്നിയൂർ തുറ എന്ന പേര് തന്നെ വന്നത്. ഇപ്പോഴും ആ സ്ഥലത്തിന്റെ പേര് പന്നിയൂർ തുറ എന്ന് തന്നെയാണ്. തോണികളിലും കപ്പലിലും പൊന്നാനി വരെ ചരക്ക് നീക്കം ഉണ്ടായിരുന്നു. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് വലിയ വള്ളങ്ങളിൽ സാധനങ്ങളുമായി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രാത്രി ഞങ്ങളുടെ പടിക്കൽ തോണി ചേർത്ത് നിർത്തും. എന്നിട്ട് അവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കും. ചിലപ്പോഴൊക്കെ അവർ കെസ് പാട്ടുകളൊക്കെ പാടുന്നത് കേൾക്കാമായിരുന്നു. അങ്ങനെയുള്ള ഒരു ജീവിതവും പുഴയുടെ ഒരു സംസ്കാരമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പാടെ മാറി. വെള്ളമില്ലാത്ത മാത്രമല്ല പുഴയ്ക്ക് പറ്റിയ ആപത്ത്, അതിനെ ആശ്രയിച്ചുള്ള കുറച്ച് ജീവിതങ്ങൾ എങ്ങോ മാഞ്ഞു മറഞ്ഞു പോയി. ഇതൊക്കെ കാണുമ്പോൾ വിഷമമുണ്ട്. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. പുഴ കണ്ടുകൊണ്ടിരിക്കാനാണ് ഞാൻ അവിടെ 50 സെന്റ് സ്ഥലം വാങ്ങി വെച്ചത്. എന്നാൽ ഇന്ന് പുഴ കാണാനേ ഇല്ല. കാണാൻ കഴിയുന്നത് കുറച്ച് ലോറികളും പൊന്തക്കാടുകളും. സന്ധ്യ കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങാൻ തന്നെ പറ്റില്ല. പൊന്തക്കാടുകളിൽ കള്ളവാറ്റ് തുടങ്ങിയിട്ടുണ്ട്. അവിടങ്ങളിൽ ജീവിതം മാറി മറിഞ്ഞു. പണ്ട് സന്ധ്യ കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിൽ ശാന്തതയായിരുന്നു. ഇപ്പോൾ അതല്ല. പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഞാനിപ്പോൾ അങ്ങോട്ടൊന്നും പോകാറില്ല. ആ സ്ഥലം ഒഴിഞ്ഞു കിടക്കുകയാണ്. അടിച്ചു വാരാൻ കൂടി ആളുകളെ കിട്ടാത്ത അവസ്ഥ. അടുത്ത ബന്ധമുള്ള സുഹൃത്തുക്കളോട് പോലും വീട് ആരെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. വാടക പ്രതീക്ഷിച്ചല്ല, അടിച്ചു വാരാനെങ്കിലും ആളെ കിട്ടുമല്ലോ എന്നാണ്. ഇല്ലാത്ത കൊണ്ടാകാം അതിനും ആളെ കിട്ടാതായി. ആകെയുള്ള സ്കൂളിലെ ആളുകൾ കുറ്റിപ്പുറത്തും കോഴിക്കോടും പോയി താമസിക്കാൻ തുടങ്ങി. അപ്പോൾ പുഴയുടെ പതുക്കെ പതുക്കെയുള്ള ക്ഷയമാണ് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇടവപ്പാതി കാലത്ത് മഴ പെയ്ത് കിണറുകളൊക്കെ നിറഞ്ഞു, കുളങ്ങൾ നിറഞ്ഞു. അത് കരകവിഞ്ഞ് ഒഴുകാൻ തുടങ്ങി. ഈ വെള്ളമൊക്കെ വന്ന് പുഴയിൽ ചേരും. മീനൊക്കെ വരും. പുഴവക്കത്ത് മീൻപിടുത്തക്കാരുണ്ടായിരുന്ന നാട്ടിൻപുറത്തെ നമ്മുടെ തന്നെ ആളുകളും നാട്ടുകാരും വലയൊക്കെ ആയി റെഡിയായിട്ട് നിൽക്കും. വാളയാണ് വരുന്നതെന്ന് പുഴയെ വായിക്കാനുള്ള ഭാഷ അവർക്കറിയില്ലായിരുന്നു. അവർ പറഞ്ഞതുപോലെ തന്നെ വാള തന്നെയാവും വലയിൽ കുടുങ്ങുന്നത്. ഇപ്പോൾ പുഴ ഇരവുമായിട്ടൊക്കെ ഇത്രയധികം സംവേദനം നടത്തിയിരുന്നു. ഇന്ന് ജീവനുള്ള വസ്തുവായിരുന്നു, അന്ന് ജീവനുള്ള വസ്തുവായിരുന്നു പുഴ. ഇന്നതൊരു ജഡമായി മാറി. പുഴയ്ക്ക് അപ്പുറമുള്ള വയലുകളും നഷ്ടമായി. ഇപ്പോൾ 10 ഏക്കർ വരെ നികത്താൻ കഴിയും. പണ്ട് വഴി ചോദിക്കുമ്പോൾ കൂട്ടക്കടവ് എന്നൊക്കെ വെച്ചാണ് പറഞ്ഞത്. പുഴ ഇല്ലാതായതോടുകൂടി വയലുകളും ഇല്ലാതായി. കുടിവെള്ളം വലിയ പ്രതിസന്ധിയായി. ഗ്രാമപ്രദേശത്തിന്റെ സംസ്കൃതിയിൽ വലിയ മാറ്റം വന്നു. ഇപ്പോൾ അടുത്ത കാലം വരെ മണൽ വിൽക്കുമായിരുന്നു. ഒന്നിച്ച് മണൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് പിള്ളേരൊക്കെ സൈക്കിളിൽ മണൽ വാരിക്കൊണ്ട് പോകുന്നു. അത് മാത്രമല്ല, പുഴ ഒരു കുപ്പത്തൊട്ടിയായി മാറി. ഒറ്റപ്പാലം ഭാഗത്ത് പുഴയുടെ ഇരുവശത്തും കടകളായി. കടകളിലെ മാലിന്യം മുഴുവനും കായലിലേക്കാണ്, പുഴയിലേക്കാണ് വലിച്ചെറിയുന്നത്. ഒരു മഴ അങ്ങോട്ട് പെയ്തു കഴിഞ്ഞാൽ പുഴയിലെ മാലിന്യങ്ങളെല്ലാം പൊങ്ങി വരും. 1-2 തവണ ഞാൻ അവിടെ പോയി കണ്ടിട്ടുണ്ട്. കണ്ടിൽ കണ്ടതിനെല്ലാം കല്ലെറിയാൻ നടക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടല്ലോ. അവർ പോയി ഇത്തരം ആളുകളെ പറഞ്ഞു മനസ്സിലാക്കണം. ഈ പുഴ അവരുടെ വേസ്റ്റ് ബിൻ അല്ലെന്നും കണ്ണിൽ കണ്ടതൊക്കെ വലിച്ചെറിയാനുള്ള കുപ്പത്തൊട്ടിയല്ലെന്നും നമുക്ക് അവരെ ബോധ്യപ്പെടുത്തണം. പുഴയ്ക്ക് അത്ര കണ്ട് മാലിന്യങ്ങളാണ് പുഴയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്. ഞാൻ അവിടുത്തെ കളക്ടർമാരോടൊക്കെ സംസാരിച്ചതാണ്. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്നാൽ പഴയ രീതിയിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് കഴിയില്ല. ഈ പുഴയെ സംരക്ഷിക്കാൻ വലിയ ഫണ്ടുകളൊക്കെ ഉണ്ട്. എന്നാൽ എങ്ങനെ സംരക്ഷിക്കും? അതിന് ഒന്നാമതായി വേസ്റ്റ് മാനേജ്മെന്റ് വേണം. മണൽ വാരൽ അശാസ്ത്രീയമായത് നിർത്തണം. ഒരു വ്യവസ്ഥയുമില്ലാതെയാണ് മണൽ വാരിക്കൊണ്ട് പോകുന്നത്. കുറേയൊക്കെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നുവെങ്കിലും എല്ലാം പോയി കഴിഞ്ഞിട്ടാണ്. എന്ത് നിയമം കൊണ്ടുവന്നിട്ടും ഒരു കാര്യവുമില്ല. വികസനമല്ലേ? കുടിവെള്ളമില്ലാണ്ട് എന്ത് വികസനം? മനുഷ്യന് വേണ്ട പ്രാഥമിക ആവശ്യങ്ങളുണ്ട്. ശുദ്ധമായ വെള്ളം, ശുദ്ധമായ വായു, ശുദ്ധമായ പച്ചക്കറി, ഭക്ഷണം. ഇതൊന്നുമില്ലാതെ വികസനത്തിന് എന്തർത്ഥമാണുള്ളത്? വലിയ മണിസൗധങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്താണ് അർത്ഥം? അനേക സൗധങ്ങൾ ഉണ്ടാക്കി വെള്ളമില്ല. എവിടെ വെള്ളം? ഇപ്പോൾ കോഴിക്കോട്ടൊക്കെ മൾട്ടി സ്റ്റോറേഡ് പദ്ധതികൾ എന്നൊക്കെ പറഞ്ഞ് 10 നില 15 നില പണിയുന്നു. അതിൽ വെള്ളമില്ല. പക്ഷേ രാവിലെ നമ്മൾ കാണുന്നത് അവിടേക്ക് കൊണ്ടുപോകാൻ പുഴയിൽ നിന്ന് ലോറികളിൽ വെള്ളം അടിച്ചു കയറ്റുന്നതാണ്. അപ്പോൾ പുഴകളുടെ നാശം നമ്മുടെ സംസ്കൃതിയുടെ നാശം കൂടിയാണ്. സംസ്കൃതി എന്നോ പാരമ്പര്യമെന്നോ നമ്മുടെ പഴയ ജീവിതശൈലി എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അതിൻ്റെയൊക്കെ ഒരു മാറ്റമാണ്. പണ്ട് പച്ചക്കറിയൊക്കെ പുഴവക്കത്ത് ഉണ്ടായിരുന്നു. ബ്രിഡ്ജ് വരുന്നതിന് മുമ്പ് കുറ്റിപ്പുറത്ത് വഴിയരികിൽ രാസവസ്തുക്കളൊന്നുമില്ലാത്ത പച്ചക്കറികൾ വിൽക്കാൻ കഴിയും. അത് വാങ്ങിയിട്ടാണ് വീട്ടിലോട്ട് പോയിരുന്നത്. ഇപ്പോൾ ഇത്തരം യാതൊരു സാധനവും കാണാനില്ല. വെള്ളം കൊണ്ടുവരാൻ നിവൃത്തിയില്ലാതെ ആയിരിക്കുന്നു. വാട്ടർ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ അത് സാധിക്കും. ഈ കുന്നും പുറത്തൊക്കെ പെയ്യുന്ന മഴ എങ്ങോട്ടാണ് പോകുന്നത്? അതിനെ സംരക്ഷിക്കണം. ചെറിയ മഴക്കുഴികൾ പോലുള്ള കുഴികൾ ഉണ്ടാക്കി അതിനെ പതുക്കെ നദിയിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കും. പണ്ട് ഓരോ ഗ്രാമപ്രദേശത്തും വലിയ വയലുകൾ നികത്തി, വലിയ വയലുകൾ ഉണ്ടായിരുന്നു. അവയെല്ലാം നികത്തി കെട്ടിടങ്ങൾ വെച്ചു. പുഴകളെ വികസിപ്പിക്കാനുള്ള ഒരു പദ്ധതി ഞാൻ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ സംസാരിച്ചതാണ്. പക്ഷേ അവിടെ വരുമ്പോൾ പ്രശ്നമാണ്. അത് അമ്പലത്തിന്റെ കുളമാണ്, നമ്മളെന്തിനു നന്നാക്കണം? അത് പള്ളിയുടെ കുളമാണ്, അത് നമ്മളെന്തിനു നന്നാക്കണം എന്നൊക്കെയുള്ള തർക്കങ്ങൾ വരും. വെള്ളം, ശുദ്ധവായു, പക്ഷേ വെള്ളം, ശുദ്ധവായു, അത്യാവശ്യം കഴിക്കുന്ന ഭക്ഷണം, ഇതെല്ലാം കഴിഞ്ഞിട്ടേ വികസനമുള്ളൂ. വികസനം എന്ന് പറയുന്നത് ഇതിന്മേലാണ്. കയറി കിടക്കാൻ ഒരു സ്ഥലം, ശ്വസിക്കാൻ വായു, കുടിക്കാൻ വെള്ളം, നേരത്തിന് ഭക്ഷണം,
ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള വികസനമേ എവിടെയും ഉണ്ടായിട്ടുള്ളൂ. കുട്ടികൾക്ക് ഇതൊക്കെ മനസ്സിലാക്കണം. അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ കടന്നു പോകുന്ന വിപത്തുകളെ പറ്റി അവർക്ക് ധാരണകളില്ല. ഈ പ്രകൃതിയോട് നമ്മൾ ചെയ്ത സംഹാര ക്രിയകളെ പറ്റി കുട്ടികൾക്ക് ബോധ്യമില്ല. കാരണം നമ്മൾ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്നില്ല. ഈ പ്രകൃതി അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ചില ലേഖനങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നു, പക്ഷേ അത് പോരാ, കൂടുതലായി ഉണ്ടാകേണ്ടതുണ്ട്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഞാൻ ഈ ഗ്രാമത്തിലെ സ്കൂളിലാണ് 2ാം ക്ലാസ് വരെ പഠിച്ചത്. അത് കഴിഞ്ഞ് 4ാം ക്ലാസ് വരെ അടുത്തുള്ള സ്കൂളിൽ പഠിച്ചു. ഇന്നത്തെ പോലെ എഴുത്തിനൊന്നും ഇരുത്തില്ലായിരുന്നു. ശല്യം തീർക്കാൻ കൊണ്ടുപോയി ഇരുത്തിയതാണ്. അന്ന് പഠിക്കുന്ന വിഷയങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഞങ്ങളെ മരക്കണക്കും കായക്കണക്കുമൊക്കെ ആയിരുന്നു പഠിപ്പിക്കുന്നത്. ഞങ്ങളുടെ കാലത്ത് ചെറുകായകൾ ധാരാളം ഉണ്ടായിരുന്നു. അതിങ്ങനെ 1-2 മാസം കൂടുമ്പോൾ വെട്ടിക്കൊണ്ടുപോയി വിൽക്കും. അതങ്ങനെ ഓരോ സ്ഥലത്ത് കൊണ്ട് വിൽക്കുമ്പോൾ അതിനൊരു കണക്കുണ്ട്. അന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആയതുകൊണ്ട് അത് അന്നത്തെ സ്കൂളുകളിൽ പഠിപ്പിച്ചിരുന്നത്. 5ാം ക്ലാസ്സിൽ കമ്പ്യൂട്ടർ പഠിക്കുന്ന ഇന്നത്തെ കുട്ടികളോട് പ്രകൃതിയെക്കുറിച്ചും പുഴകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കൊണ്ടുപോകണം. നഗരത്തിലെ കുട്ടികളോട് അത് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം കഴിഞ്ഞ 3 ദിവസമായി നഗരത്തിൽ വെള്ളമില്ലല്ലോ, എപ്പോൾ വരുമെന്ന് പറഞ്ഞ് അവർ കാത്തിരിക്കുകയാണ്. ഗ്രാമത്തിലെയും ഇപ്പോഴത്തെ അവസ്ഥ ഏകദേശം ഇതാണ്. എൻ്റെ ഗ്രാമത്തിൽ വരിയായി കുടം വെച്ച് കാത്തിരിക്കുകയാണ് എന്നത് ഞാൻ കണ്ട് ഞെട്ടിയിട്ടുണ്ട്. കിണർ കുഴിച്ചിട്ടും വെള്ളം വരുന്നത് കണ്ട് ഞെട്ടിയ ആളുകളാണ് ഞങ്ങൾ. ഒരിക്കൽ ഞാൻ എൻ്റെ വീടിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഏതോ അമ്പലത്തിലെ ഉത്സവം കഴിഞ്ഞ 3 ആനകളെയും കൊണ്ട് കുറച്ചാളുകൾ വരുന്നു. ആനക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പുഴയിലെങ്ങും വെള്ളമില്ല, അവിടെ കിണറ്റിൽ വെള്ളമുണ്ടെന്ന് പറഞ്ഞു. ആന ദാഹിച്ചു നിൽക്കുകയാണ്, വേറൊരു നിവർത്തിയുമില്ല. എൻ്റെ ചെടികൾ നശിപ്പിക്കാതെ ഓരോ ആനകളെയായിട്ട് കൊണ്ടുപോയി വെള്ളം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആനകൾ വെള്ളം കുടിച്ചു പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെയായി അവസ്ഥ. പണ്ടുകാലത്ത് പുഴയുടെ ഏതെങ്കിലും ഒരു വശത്ത് കുടിക്കാനും കുളിക്കാനും വേനൽക്കാലങ്ങളിൽ വെള്ളം കാണുമായിരുന്നു. അന്ന് പുഴ നമ്മുടെ പടിക്കൽ ഉണ്ടായിരുന്നു. ഇന്ന് വെള്ളമില്ലാതായി. എത്ര മനോഹരമായിട്ടാണ് MT വാസുദേവൻ നായർ പുഴയെയും വികസനത്തെയും വെള്ളത്തെയും പരിസ്ഥിതിയെയും കുറിച്ച് പറയുന്നത്. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ പുനർവായിക്കേണ്ടതുണ്ട്. തീർച്ചയായും നമുക്ക് MTയുടെ ഈ പാരിസ്ഥിതിക അവബോധത്തെ കൂടുതൽ ഹൃദയങ്ങളിലേറ്റാം. നന്ദി, നമസ്കാരം.